കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ അനുഭവ കഥകളും ഭഗവാനുമായിട്ട് ബന്ധമുള്ളവരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാരെ ഒരു പരമഗുരുവിൻ്റെ സന്നിധിയിലേക്ക് വഴികാട്ടിയും കൂടി ആവുകയാണ് ചിന്താലയ വിഷ്വൽ മീഡിയയുടെ ഉദ്ദേശം. അപ്പോൾ ചിന്താലയ ഗുരു ഭഗവാന്റെ അത്ഭുതങ്ങളാണ് ഓരോരുത്തരും പറഞ്ഞു വരുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ഡോക്ടർ സുകേഷൻ സാറാണ്. സാറ് വേളാവൂരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഭഗവാന്റെ ചിന്താലയ ആശ്രമത്തിൻ്റെ അടുത്താണ്. അതായത് പോത്തങ്കോട് ചിന്താലയ ആശ്രമം ഭഗവാന്റെ മൂലക്ഷേത്രം, ഭഗവാൻ യോഗനിദ്രയിൽ കുടികൊള്ളുന്ന സ്ഥലമാണ് അവിടെ. അതായത് അദ്ദേഹത്തിൻ്റെ സമാധി. സാറിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ സാറ് ശരിക്ക് ഡോക്ടറാണ്, വെറ്റിനറി ഡോക്ടറാണ്. അതിലുപരി അദ്ദേഹം ശരിക്ക് പഠിതാവ് എന്നങ്ങ് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം അതിനെ അഗാധമായി ജ്ഞാനം നേടി മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അതിലെല്ലാം ഉപരി ശരിക്കും ഭഗവാൻ ചിന്താലേശൻ്റെ ബന്ധുവും കൂടിയാണ്. അപ്പോൾ ഡോക്ടറെ ഞാൻ ഭഗവാന്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, അങ്ങക്ക് ഒരുപാട് കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാനുണ്ടാവും. എന്നാലും ഇപ്പം നമ്മളെ സമയപരിമിതി കൊണ്ട് ഒരു പ്രഭാഷണം പോലെ നടത്താൻ സമയം കിട്ടിയെന്നിരിക്കില്ല. എന്നാലും നമ്മളെ ഉള്ള സമയത്തിനുള്ളിൽ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി, പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി അങ്ങ് പങ്കുവയ്ക്കണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ചതുസാഗരപര്യന്തം ഗോബ്രാഹ്മണേഭ്യോ ശുഭം ഭൂയാത്. കാശ്യപഗോത്രോത്പന്ന അഹം ഭവന്തം അഭിവാദയേത്. യോഗീശ്വരനായ ഭഗവാൻ ചിന്താലേശന് പ്രണാമം. എൻ്റെ പരിമിതമായ അറിവുകളും അനുഭവങ്ങളും ഗുരുവിൻ്റെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എനിക്ക് കിട്ടിയ അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളും ഞാനിവിടെ പറയാൻ ശ്രമിക്കാം. ഇതിനൊരവസരമുണ്ടാക്കി തന്ന ശ്രീ ഡോക്ടർ ജയനാരായണൻജി, ശ്രീ അശോകൻജി എന്നിവരോട് കടപ്പാടുണ്ട്. ഇവിടെ ഈ വീഡിയോ പ്രോഗ്രാം നിർവഹിക്കുന്ന അദ്ദേഹത്തിനോട് കടപ്പാടുണ്ട്. ഒക്കെ ഒരു യോഗീശ്വരനായ ഭഗവാൻ ചിന്താലേശൻ്റെ കാര്യം പറയുന്നത് പോലെ ഇതെല്ലാം ഒരു യോഗം തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഒരിക്കലും ഇങ്ങനെ ഒരു സംരംഭത്തിലൂടെ വരാൻ പറ്റുമെന്നോ അപ്പുസ്വാമിയുടെ ചിന്താലയ ആശ്രമത്തിൽ പോകാൻ പറ്റുമെന്നോ അദ്ദേഹത്തിനെ കാണാൻ പറ്റുമെന്നോ ഈ പൂർവ്വ ബന്ധങ്ങളൊക്കെ അനുസ്മരിക്കാൻ പറ്റുമെന്നോ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്നോ ഒരിക്കലും ചിന്തിച്ചിരുന്ന കാര്യമല്ല. അപ്പോൾ ഓരോ നിമിത്തം നിയോഗം വിധി എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കപ്പെട്ടു വന്നു. ഗുരുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇത് സംഘാടകർ ഡോക്ടർ ജയനാരായണജിയുടെ ഒക്കെ തന്നെ ബ്ലെസ്സിങ്സ് ഉണ്ടാകണം എന്ന് ഈശ്വരനോടും ഗുരുവിനോടും പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള പരിമിതമായ കുറച്ച് അനുഭവങ്ങൾ ഞാനിവിടെ വിശദീകരിക്കാം. ആദ്യമായി തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ ആശ്രമം ഗുരുവിൻ്റെ സന്നിധിക്കുമെങ്കിലും പണ്ടത്തെ കാലത്ത് എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു ജോലി തേടുക, ഒരു ജീവിതമാർഗം ഉണ്ടാക്കുക എന്നതിനപ്പുറം ഒരു ആധ്യാത്മിക ഗുരുവിനെ കാണിച്ചു തരാനോ ഒന്നും അന്നത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നമുക്കിന്ന് പഠിച്ചിട്ടുണ്ട് മാതാപിതാ ഗുരു ദൈവം. മാതാവിലൂടെ പിതാവിനെയും പിതാവിലൂടെ ഗുരുവിനെയും ഗുരുവിലൂടെ ഈശ്വരനെയും കാണാൻ മനുഷ്യരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ആധ്യാത്മിക പഠന ഉദ്ദേശം. ചിന്താലയ ആശ്രമം ഭാവിയിൽ തീർച്ചയായിട്ടും ഒരു ആധ്യാത്മിക ചിന്താലയം തന്നെ ആയി തീരണം. അവിടുത്തെ ബോർഡിൽ വെച്ചിരിക്കുന്നത് പോലെ ആധ്യാത്മിക പഠന കേന്ദ്രമായി മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു മെസ്സേജ് തന്നെ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായി അദ്ദേഹത്തെ പരിചയപ്പെടാൻ കിട്ടിയ ഒന്ന് രണ്ട് സാഹചര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ രക്ഷകർത്താക്കളോ മറ്റാരും തന്നെ അല്ല എന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോയത്. പുനലൂരുള്ള ഒരു പ്രേമചന്ദ്രൻ മുഖാന്തരമാണ് ആദ്യമായിട്ട് ആശ്രമത്തിൽ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ഇതുണ്ട്. ഡോക്ടറുടെയൊക്കെ പറയുമ്പോൾ പരിചയപ്പെട്ട് വരുമ്പോൾ ചിലപ്പോൾ ബന്ധു തന്നെയായിരിക്കാം, നമുക്കൊരു ദിവസം ഇവിടെ പോകാം. അന്നൊക്കെ ഞാൻ ചെറുപ്പകാലത്തിൻ്റെ ഇതിൽ ആധ്യാത്മിക കാര്യങ്ങൾക്കപ്പുറം ഈശ്വരനില്ല എന്നൊക്കെ ഉള്ള അവിശ്വാസ രീതിയിൽ അല്ലെങ്കിൽ യുക്തിവാദി രീതിയിലൊക്കെ ആയിരുന്നു നമ്മളൊക്കെ വളർന്നു വന്നത്. അതിനപ്പുറം ഒരു ഈശ്വര സങ്കല്പം എന്താണെന്നും എന്താണ് ഈശ്വരനെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും യോഗി എന്താണ്, യോഗീശ്വരൻ എന്താണ്, ഭഗവാൻ കൃഷ്ണനെ തന്നെ യോഗീശ്വരനായ കൃഷ്ണൻ എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താണ് ഈ ഭാരതീയ സംസ്കൃതിയിൽ വൈദിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാണ് പരമമായ ഈശ്വരൻ, എന്തൊക്കെയാണ് ദേവതാ സങ്കല്പങ്ങൾ, എന്തൊക്കെയാണ് യോഗി സങ്കല്പങ്ങൾ എന്നൊക്കെ സന്യാസിമാരെന്താണ്, ഗുരുക്കന്മാരെന്താണ്, ഇതൊക്കെ പഠിക്കാൻ കഴിഞ്ഞത് സത്യത്തിൽ ആശ്രമത്തിൽ പോയി ആ ഗുരുവിൻ്റെ ചിന്താലയേശൻ്റെ ഒരു വെളിച്ചം അജ്ഞാനമാകുന്ന ഇരുട്ടിൽ സഞ്ചരിച്ച് എനിക്ക് അദ്ദേഹം തന്ന ചെറിയ ഒരു വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. ഒരു ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കാൻ ഒരു വെളിച്ചം അദ്ദേഹം തന്നു. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കുറച്ച് അടുത്ത് പരിചയമായതിനു ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങളൊക്കെ വരാൻ വളരെ വൈകിപ്പോയി, വളരെ നേരത്തെയൊക്കെ വരേണ്ടതായിരുന്നു, ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയത് നന്നായി. അപ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു പ്രഭാകരകുള്ള അവിടെ ഒന്ന് രാമായണം വായിക്കാനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവരാരും തന്നെ അത് നമ്മുടെ വിളിച്ചുകൊണ്ട് പോകാനും ശ്രമിച്ചിട്ടുമില്ല. എന്തായാലും ഒരു ദൈവനിയോഗത്തിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹത്തിൽ അവിടെ പോകാനും പരിചയപ്പെടാനും വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വേളാവൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശ്വകർമ്മ വെൽഫെയർ ട്രസ്റ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അതിൻ്റെ ബിൽഡിങ്ങും ഒക്കെ കളക്ഷൻ, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എനിക്കായിരുന്നു അന്നിങ്ങനെ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഡോക്ടറെ അണ്ണനെ ഗുരു അന്വേഷിക്കുന്നുണ്ട്, അവിടെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനവിടെ പോയി. അപ്പോൾ ആ വ്യക്തി തന്നെ പറഞ്ഞു, AK ശ്രീകുമാറാണെന്ന് പറഞ്ഞിരുന്നത്, സംഭാവന എന്തെങ്കിലും തരാനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലൊന്ന് വൈഫിനോട് പറഞ്ഞു, ഗുരു ചെല്ലാൻ പറഞ്ഞു, എന്തായാലും സംഭാവന തരാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ വൈഫ് ചുമ്മെങ്കിലും ചോദിച്ചു, എത്ര രൂപ തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 15-20 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു 10,000 രൂപ തരും. വൈഫ് പറഞ്ഞു 10,000 രൂപ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാമോ? എന്തായാലും അവിടെ ചെന്നപ്പോഴേക്ക് ഒരു 10,000 രൂപയാണ് അദ്ദേഹം തന്നത്. അപ്പോൾ അതൊക്കെ വലിയൊരു നിമിത്തം അല്ലെങ്കിൽ ഒരു വിധിയായിട്ട് തന്നെ ഇന്ന് കണക്കാക്കുന്നു. പലപ്പോഴായിട്ട് ഒരു 3-4 പ്രാവശ്യമായിട്ട് ഒരു 35,000 റുപ്പീസ് അദ്ദേഹം തന്നിട്ടുണ്ട്. തരുമ്പോഴൊക്കെ പറയും, ഇത് ആശ്രമത്തിൻ്റെ പൈസയൊന്നുമല്ല, എൻ്റെ റബ്ബറിൻ്റെയും അതിൽ നിന്നൊക്കെ എടുത്ത പൈസയാണ്, നിങ്ങളത് കൊണ്ടുപോയി നന്നാക്കണം. ഇങ്ങനെയൊക്കെയാണ് ആ ബന്ധത്തിലേക്ക് അടുത്ത് വന്നത്. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പുതുക്കി, കുടുംബ ബന്ധങ്ങളുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു റെഗുലർ വിസിറ്ററായി. അവിടെ ഒരു PWD എഞ്ചിനീയർ ശശിധരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ആ ട്രസ്റ്റിൻ്റെ കെയർ ഓഫിൽ നമ്മളിങ്ങനെ പോയി. പോകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും ഇങ്ങനെ ഒരു ആശ്രമവും ഗുരുവും വിശ്വകർമ്മ സമൂഹത്തിൽ ഉണ്ട് എന്നതുപോലെ നമ്മൾ ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഇതും പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
വൈദിക സംസ്കാരം പഠിച്ചപ്പോഴേക്ക് ക്രിസ്തുവിന് മുമ്പ് 10,000 വർഷങ്ങൾക്ക് മുമ്പേ മെറ്റലർജി, ഇരുമ്പ് ഉരുക്കുന്ന ഒരു സംവിധാനം ക്രിസ്തുവിന് മുമ്പ് 10,000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല, ഇന്ത്യയിൽ മാത്രമേ ഉണ്ടായിരുന്നു. ആ വംശ പരമ്പരയിൽപ്പെട്ട മനു ബ്രഹ്മ വംശത്തിൽപ്പെട്ട ഒരു ഗുരു ആണ് അദ്ദേഹം എന്നറിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ പരിചയപ്പെടണമെന്ന് തോന്നി. അപ്പോൾ അന്ന് ഈ ബ്രഹ്മം എന്ന് പറയുന്ന ചെറിയൊരു കൈപ്പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ദ യൂണിവേഴ്സ് എന്താണ് പരബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ എഴുതിയത്. അപ്പോൾ ആ ഒരു ചെറിയ പുസ്തകം കൊണ്ട് ഞങ്ങൾ കള്ളിക്കാട് ആശ്രമത്തിലൊരു ദിവസം പോയി. അപ്പോൾ ഗേറ്റിൽ നിന്ന് അയാൾ പറഞ്ഞു, ഗുരു ഇപ്പോൾ വിളിക്കാനൊന്നും പറ്റത്തില്ല, അദ്ദേഹം അകത്തോട്ട് പോയിരിക്കുകയാണ്, ഇപ്പോൾ കാണാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളൊരു തടസ്സം പറയുന്ന പോലെ എനിക്ക് തോന്നി, ആരാണെന്ന് പറഞ്ഞിവിടെ. പക്ഷേ ഒരു 10 മിനിറ്റിനകത്ത് ഗുരു അവിടെ വന്നു. ആര് പോയി പറഞ്ഞോ എങ്ങനെ പറഞ്ഞോ കണ്ടു എന്നുള്ളത്. അപ്പോൾ കാര്യം പറഞ്ഞു, ഒരു 5 പുസ്തകം അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഒരു 500 രൂപ എടുത്ത് ആ പുസ്തകത്തിൻ്റെ വിലയെടുത്ത് തന്നു. ഇങ്ങനെയാണ് നമ്മൾ ഗുരുവായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം വളരെ ഒരു സൗഹൃദ രീതിയിൽ മാത്രമേ നമ്മളോട് സംസാരിച്ചിട്ടുള്ളൂ, ഒരു ബന്ധു എന്നുള്ള സ്നേഹത്തിൽ മാത്രമേ നമ്മളോട് സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാനും മോനും ഒക്കെ കൂടെ തന്നെ ആശ്രമത്തിൽ കാണാം. അപ്പോൾ സാധാരണ അദ്ദേഹം ഇരിക്കുന്ന വലിയൊരു ഇതുണ്ടല്ലോ, നമുക്ക് അവിടെ ഉള്ളവർക്കെല്ലാം അറിയാം, അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് ഒരു കപ്പിൽ എന്താണോ എന്നറിയത്തില്ല കൊണ്ടു കൊടുത്തു. അദ്ദേഹം അവിടെ അത് വെച്ചിട്ട് പറഞ്ഞു, ഒരു ഗ്ലാസ് കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ഗ്ലാസ് കൂടെ കൊണ്ടുവന്നു. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ മണ്ണുചാരി ഇങ്ങനെ കുറേ പേര് വരികയായിട്ടിരിപ്പുണ്ടേ. എന്നെ വിളിച്ചിട്ട് അതിൽ നിന്ന് പകുതി ഒഴിച്ച് എനിക്ക് തന്നു. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം കുറേ പേര് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ മാത്രം വിളിച്ചിട്ടൊരു പകുതി ഒഴിച്ച് തരുമ്പോൾ, അപ്പോൾ ഞാൻ അത് മേടിച്ചിട്ട് മോനും ഉണ്ട്, എല്ലാവരും ഉണ്ട്, അവരൊക്കെ നോക്കിയിരിക്കാൻ ഞാനിത് തന്നെ കഴിക്കും. ഞാൻ തിരിച്ച് അവിടെ വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ ശിഷ്യഗണങ്ങളിലുള്ള ഒരാൾ തന്നെ പറഞ്ഞു, ഗുരു തന്നതാണ്, കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അത് കഴിച്ചു. അപ്പോഴാണ് ഈ ഒരു നിഷ്ക്രിയത്വം വരും. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പരിസരം ഇതില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. കുടിച്ചു. അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് അദ്ദേഹം എനിക്കിത് തന്നത്, അദ്ദേഹം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതെന്ന് എങ്ങനെയൊക്കെ ആലോചിച്ച് അതിൻ്റെ അർത്ഥം പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്നൊക്കെയാണ് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ ആ ഒരു നിയോഗത്തിൽ പെട്ടതായിരിക്കാം. എന്നിട്ട് പിന്നെ ഒരു ദിവസം നമ്മളവിടെ ചെന്ന്, അന്നും കുറേ ആൾക്കാരെ കണ്ട്, അന്ന് സാഷ്ടാംഗം നമസ്കരിക്കാൻ സമ്മതിക്കുമായിരുന്നു. പിന്നീട് അടുത്ത കാലത്താണ് സാഷ്ടാംഗം നമസ്കരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്നൊരിക്കലും ഇങ്ങനെ ഇതൊക്കെ 10, 15, 20 വർഷം മുമ്പ്, ഏകദേശം 30 വർഷത്തിന് മുമ്പാണ് ആദ്യമായിട്ട് അവിടെ പോകുന്നത്. 10, 20 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അന്ന് അവിടെ ചെന്നപ്പോഴേക്ക് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോഴേക്ക് ഒരു 2 രശ്മികൾ എൻ്റെ കണ്ണിലേക്ക് വരുന്നതായിട്ട് തോന്നിയതല്ല, അത് റിയലായിട്ട് വന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴേക്ക് പകുതി കണ്ണടച്ച് നോക്കി കഴിഞ്ഞാൽ നിലവിളക്കിൽ നിന്ന് രശ്മികൾ വരുന്നത് പോലെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനവിടെ ഇരുന്നവരിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇരുന്നവരിടത്തെല്ലാം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർക്ക് തോന്നിയതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ അടുത്ത് നിലവിളക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നല്ലോ, ഒരു 10-20 അടി ദൂരത്തിരിക്കുമ്പോഴാണ്. അന്ന് ഞാൻ വിചാരിച്ചു എന്താണ് സംഭവം. പക്ഷേ അതൊക്കെ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ സഞ്ചരിച്ച എനിക്ക് ഒരു കിരണം, വെളിച്ചം കാണിച്ചു തന്നതായിരിക്കും എന്നെനിക്കിപ്പോൾ തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ്, കുറച്ച് കഴിഞ്ഞിട്ടാണ്, മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്ക് ഞാൻ ചോദിച്ചു, ഗുരു ഈ വേദങ്ങളൊക്കെ പഠിക്കാൻ എങ്ങനെയാണ് അതിൻ്റെ? അപ്പോൾ ഗുരു പറഞ്ഞു, അതൊരു 10-15 വർഷമൊക്കെ എടുക്കും, അതൊക്കെ ചെറുപ്പത്തിലേക്ക് തുടങ്ങണമായിരുന്നു, ഇനിയൊക്കെ എന്തിട്ട് പഠിക്കാൻ. പക്ഷേ എന്താണെന്നറിയില്ല, ഒരു കാര്യം ചെയ്യാൻ, അവിടെ ഒരു യോഗിയുടെ ആത്മകഥ എന്നൊരു പുസ്തകമുണ്ട്, അത് എടുത്ത് വായിച്ച് നോക്കുക. അപ്പോൾ അതിൽ കുറേ ഇൻഫർമേഷൻസൊക്കെ കിട്ടും, അത് നമുക്ക് സെലക്ട് ചെയ്യും. അങ്ങനെ ലൈബ്രറിയൻ അവിടെ യോഗിയുടെ ആത്മകഥ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എടുത്തു തന്നു. ഞാനൊരു കോളൊക്കെ ഉള്ള ഒരു ദിവസമാണ്, ഞാൻ വരാന്തിയിൽ തന്നെ ഇരുന്ന് വായിച്ചു. അപ്പോൾ ഭയങ്കര ഇടിയും മിന്നലൊക്കെ വന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞില്ലേ, ഇത് ലൈബ്രറി അടയ്ക്കേണ്ട സമയമായി, അത് കൊടുത്തു. പിന്നെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്ക് മോൻ തന്നെ എനിക്ക് സിറ്റിയിൽ പോയപ്പോഴേക്ക് യോഗിയുടെ ആത്മകഥ വാങ്ങിച്ചുകൊണ്ട് തന്നു. അപ്പോൾ അതുമൊക്കെ പഠിച്ചപ്പോഴേക്ക് ഭാരതീയ സംസ്കാരം എത്രമാത്രം വണ്ടർഫുള്ളാണ് എന്ന് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയപ്പം കൂടുതൽ പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതൃഭൂമിയിൽ ഈ കോഴിക്കോട് കശ്യപാശ്രമത്തിൻ്റെ ഒരു പരസ്യം കണ്ടു, വേദ പഠനം തിരുവനന്തപുരത്ത് തുടങ്ങുന്നു. അങ്ങനെയാണ് വേദം പഠിക്കാൻ പോയത്. അപ്പോൾ വേദം പഠിക്കാൻ പോയതിന് മുമ്പ് തന്നെ ഈ പറയുന്ന മറ്റൊരു അനുഭവം കൂടെ ഉണ്ടായിരുന്നു.
മോൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴേക്കും അവന് സപ്ലിമെൻ്ററി 10-15 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഫൈനൽ ഇയർ ആയപ്പോഴേക്ക് 10-15 സബ്ജക്റ്റ് അഡീഷണലായിട്ട് എഴുതിയെടുക്കണം. അങ്ങനെ നമുക്ക് ആശ്രമത്തിൽ ഒന്ന് അതിനിടയ്ക്ക് തന്നെ മോനും ഞാനും അവിടെ വന്നിട്ടുണ്ട്, മോനെ അറിയുകയും ചെയ്യാം. എങ്കിലും ഇങ്ങനെ ഒരു ആഗ്രഹമായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ്, ഒരു സ്വാർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം. ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കുറച്ച് സപ്ലിമെൻ്ററി സബ്ജക്ട്സൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നിങ്ങൾ നേരത്തെ അവിടെയൊക്കെ വന്ന് ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഇച്ചിരി തൈലമൊക്കെ പുരട്ടിക്കൊണ്ട് വീട്ടിൽ നിൽക്കുകയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പുറത്ത് വരാൻ പറ്റാത്തത്. എന്തായാലും വന്നത് നന്നായി. പിന്നെ വൈകുന്നേരമാണ് പിന്നീട് നമ്മൾ പോയത്. അപ്പോൾ കുറച്ച് ഭസ്മം എടുത്ത് പൊതിഞ്ഞിട്ട് മോൻ നമസ്കരിച്ച് മോൻ്റെ കയ്യിൽ കൊടുത്തു. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരും, അത് കയ്യിലിരിക്കട്ടെ എന്നും രാവിലെ പോകുമ്പോഴേക്ക് ഭസ്മം ചതിച്ച് പോകണം. എന്തായാലും മോന് ചാൻസ് പാസ്സായി, ഇയർ നഷ്ടപ്പെടാതെ തന്നെ കംപ്ലീറ്റ് പാസ്സാക്കാൻ പറ്റി. അത് ദാറ്റ്സ് എ ബ്ലെസ്സിങ്, അതൊരു അനുഗ്രഹം തന്നെ ആയിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു 3-4 അനുഭവം. ഒന്ന് ഈ പറയുന്ന ഒരു പ്രകാശരശ്മി ചൊരിഞ്ഞത്, രണ്ടാമത് അദ്ദേഹം കുടിച്ചുകൊണ്ടിരുന്ന ആ ആഹാരത്തിൻ്റെ പകുതി എനിക്ക് പകർന്നു തന്നു, കഞ്ഞി പകർന്നു തന്നു. മൂന്നാമത് ഈ പറയുന്ന യോഗിയുടെ ആത്മകഥ വായിച്ചു നോക്കണം. എന്തിനാണ് അദ്ദേഹം അത് തന്നത് എന്ന് പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി. ആദ്യം യോഗീശ്വരൻ, സന്യാസി ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് തന്നതിനായിരിക്കും. അത് വായിക്കാൻ പറ്റി, പഠിക്കാൻ പറ്റി. അതിനുശേഷം വേദ പഠനങ്ങളെപ്പറ്റി ചോദിച്ചപ്പോഴേക്ക് അതിനൊരു വെളിച്ചം കാണിച്ചു. അതൊക്കെ തന്നെ പിന്നീട് വേദങ്ങൾ പഠിക്കാൻ പോയി. അങ്ങനെ വേദങ്ങളൊക്കെ പഠിക്കാൻ പോയപ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരമമായ ഈശ്വരവിശേഷം എന്താണ്, ഈശ്വരൻ എന്താണ്, പരബ്രഹ്മം എന്താണ്, ബ്രഹ്മം എന്താണ്, ദേവതാ സങ്കല്പങ്ങൾ എന്താണ്, നമ്മൾ ഈ കാണുന്ന ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും അതിലൊക്കെ ഉള്ള ചൈതന്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട്, ഇങ്ങനെ നിരവധി നിഗൂഢ ശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ബേസ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു അറിവ് ഈ വേദപഠനം കൊണ്ട് കിട്ടി. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും നമ്മൾ ആദ്യം കേൾക്കുന്നത് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത എന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ ചൊല്ലും. അതിലൊക്കെ അന്ന് ഈ വേദങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നേരത്തെ തന്നെ ഈശാവാസ്യ ഉപനിഷത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതിലെ ശാന്തി മന്ത്രമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും അവിടെ ചെന്നപ്പോഴേക്ക് കുറേ പേര് ഇരുന്ന് ചൊല്ലുമ്പോഴേക്കും അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും അവരുടെ ചൊല്ലുന്ന രീതിയിലൊക്കെ തെറ്റുകളുണ്ടല്ലോ എന്ന് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കുറേ പേര് ഓം പൂർണ്ണമത എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അപ്പോൾ പിന്നീട് പഠിച്ചപ്പോഴേക്ക് ആണ് ഇത് ഈശാവാസ്യ ഉപനിഷത്തിൽ ഉള്ള ഒരു ശാന്തി മന്ത്രമാണ് എന്ന് മനസ്സിലാക്കിയത്. അതിനെപ്പറ്റി 2 വാക്ക് പറയണമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഒരു ആശ്രമത്തിൽ ചൊല്ലുന്ന ഒരു മന്ത്രം ഗുരു ഉപദേശിച്ചാണല്ലോ അവിടെ ചൊല്ലുന്നത്. ഓം പൂർണ്ണമത എന്ന് ചൊല്ലുന്നത് അവിടെ വരുന്നവർക്ക് തോന്നിയതല്ലോ, ഗുരു പറഞ്ഞിട്ടാണല്ലോ ചൊല്ലുന്നത്. അപ്പോൾ അത് എന്താണെന്ന് കൂടുതൽ പഠിക്കാൻ തോന്നിയപ്പോഴേക്ക് ഈ പറയുന്ന ഈശാവാസ്യ ഉപനിഷത്ത് നരേന്ദ്ര ഭൂഷൺ തർജ്ജമ ചെയ്ത അത് എനിക്കൊരു ഗിഫ്റ്റായിട്ട് അത് കിട്ടിയായിരുന്നു. പിന്നെ ആചാര്യ ശ്രീ എം ആർ രാജേഷ്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ വേദങ്ങൾ പഠിക്കാൻ പോകുന്നത്. ആചാര്യ ശ്രീ എം ആർ രാജേഷ് അദ്ദേഹം കാണിച്ച വെളിച്ചത്തിലൂടെയാണ് പിന്നീട് എനിക്ക് വൈദിക മേഖലയിലേക്ക് ഇന്ന് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആചാര്യൻ്റെ അനുഗ്രഹമുണ്ട്. ഏകദേശം ഒരു 200ഓളം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ വേദപഠനത്തെ പറ്റി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ കോപ്പി എടുത്തിട്ട് ഈ വേദപാഠങ്ങളിലെ ശാസ്ത്ര തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് സെറ്റപ്പാക്കി റെഡി വെച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ. കാരണം ഓരോ വേദമന്ത്രങ്ങളിലും വേദപാഠങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ തന്നെ വൈദിക തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുരാണ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ശിവരാത്രിയാണ്. ഓം നമ ശിവായ, ഓം നമ ശിവായ. പലരും ഈ ഉച്ചഭക്ഷണത്തിനൊക്കെ അന്നദാന പ്രക്രിയ കാത്താണ് പലരും ശിവക്ഷേത്രങ്ങളിൽ പോയി കൂടുതൽ ആൾക്കാർ ഓം നമ ശിവായ, ഓം നമ ശിവായ ഇങ്ങനെ പാട്ട് പോലെ ചൊല്ലും. പക്ഷേ അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന തെറ്റുകൾ അവർ മനസ്സിലാകും. ഓം നമ ശിവായ, നമശ്യല്ല, ഓം നമ ശിവായ. അപ്പോൾ എന്താണ് ശിവതത്വം? വേദങ്ങളിൽ ശിവതത്വത്തെപ്പറ്റി പറയുന്നുണ്ട്. ഞാൻ ഈ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ഒക്കെ ഗ്രൂപ്പിലൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ശിവസങ്കല്പത്തെ പറ്റി പറയുന്നത് വൈദിക കാലത്ത് ആദ്യ മതം ശൈവ മതം ആയിരുന്നു. അപ്പോൾ അതിൽ ഇന്നത്തെ ശിവരാത്രിയെ പറ്റി തന്നെ 1-2 ഐതിഹ്യങ്ങളുണ്ട്, കഥകളുണ്ട്. ഐതിഹ്യ കഥകളാണ്. ഒന്ന് പാലാഴി മദനത്തിൽ വിഷം വന്നു, അത് എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. എങ്കിലും അതിൻ്റെ വാട്ട് ഇസ് സയൻസ് ബിഹൈൻഡ് ഇറ്റ് എന്നാണ് പറയുന്നത്. അത് ശിവൻ എടുത്തു കുടിച്ചു വന്നു. അത് താഴോട്ട് പോകാതെ പാർവതി പിടിച്ചു വന്നു. മുകളിലോട്ട് വോമിറ്റ് ചെയ്ത് ഭൂമിയിൽ വീണ് നാശം ഉണ്ടാക്കാതെ വിഷ്ണു തടസ്സം ഉണ്ടാക്കിയിരുന്നു. അവസാനം ഇതിൽ സൈഡ് ഇഫക്റ്റ് ഒന്നും വരാതെ
വെളുക്കുന്നതുവരെ പാർവതിയും ദേവതമാരും ഒക്കെ തന്നെ ഇങ്ങനെ കാത്തിരുന്നു, ഉറക്കം വിളച്ചിരുന്നു, കാത്തിരുന്നു എന്നും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പറയുന്ന ശിവരാത്രി ഉറക്കം വിളയ്ക്കാൻ നിരവധി കഥകളുണ്ട്. അപ്പോൾ അതിലൊക്കെ വാട്ട് ഈസ് ദ സയൻസ് ബിഹൈൻഡ് ദിസ് ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളകരമായ അവസ്ഥയാണ് ശിവം. ശിവമില്ലെങ്കിൽ ഡെത്താണ്, ജീവനില്ല, ചൈതന്യമില്ലാത്ത അവസ്ഥയാണ്. ശിവനുണ്ടെങ്കിൽ മാത്രമേ ശിവം എന്ന് പറയൂ. യോഗ സിദ്ധാന്തത്തിൽ, പതഞ്ജലിയുടെ യോഗ സിദ്ധാന്തത്തിലൊക്കെ തന്നെ ഈ പറഞ്ഞ സഹസ്രാര പത്മം ഒക്കെ പറയുന്നുണ്ടേ. അപ്പോൾ നമ്മൾ അറിവ് ശേഖരിച്ച് ബ്രഹ്മത്തെ പറ്റിയുള്ള അറിവ് തീർച്ചയായിട്ടും നമ്മുടെ പരമമായ തലച്ചോറിൻ്റെ ഒരു സഹസ്രാര പത്മം എന്ന് പറയുന്ന ബ്രെയിൻ സെൻറ്ററിൻ്റെ ടോപ്പിലെത്തുന്ന ആളുകളാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മത്തെ യാഥാർത്ഥ്യമായിട്ട് കുറേയെങ്കിലും യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് യോഗീശ്വരൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. ആ യോഗീശ്വര അവസ്ഥയിൽ എത്തുമ്പോഴേക്ക് ഈ ശിവം എന്ന് പറയുന്ന സങ്കല്പം ഈ പറഞ്ഞ ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ ചന്ദ്രക്കല ഉദിച്ച് നിൽക്കുന്ന സമയത്ത് കാളിദാസന് തോന്നിയ ആ ഒരു രൂപസങ്കല്പത്തിനപ്പുറം ശിവം എന്ന് പറഞ്ഞാൽ പരമമായ ഈശ്വരൻ, പരമേശ്വരൻ, പരമമായ ഈശ്വരൻ, പരമേശ്വരൻ. അപ്പോൾ ഈശ്വരൻ്റെ അപ്പുറത്തിനുള്ള പരം, അതെ, ബ്രഹ്മം, പരബ്രഹ്മം, ബ്രഹ്മത്തിനപ്പുറം, ബ്രഹ്മം എങ്ങനെയാണ് ഉണ്ടായത് അതിനപ്പുറമുള്ള പരം ബ്രഹ്മം. അവിടെയാണ് ഈ പൂർണ്ണമതയുടെ അർത്ഥവും പറയുന്നത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരന് മനസ്സിലാകും അത് പൂർണ്ണമാകുന്നു, ഇത് പൂർണ്ണമാകുന്നു. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമുണ്ടായാലും പൂർണ്ണമായി തന്നെ അവശേഷിക്കുന്നു. ഇതിങ്ങനെ പറഞ്ഞാൽ സാധാരണക്കാരനക്ക് ചിലപ്പോൾ ഒന്നും പിടികിട്ടത്തില്ല. അപ്പോൾ വാട്ട് ഈസ് പൂർണ്ണം, എന്താണ് പൂർണ്ണം എന്ന് പറയുന്നത്? നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള പ്രപഞ്ചവും ഭൂമിയും പ്രപഞ്ചവും അതിനപ്പുറം ലക്ഷക്കണക്കിനുള്ള സൗരയൂഥങ്ങളും ഒക്കെ അടങ്ങിയ ഈ സൃഷ്ടിവിശേഷങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിന് കാരണഭൂതമായിട്ടുള്ള ഒരു പരംബ്രഹ്മം, അതാണ് പരബ്രഹ്മം, അതാണ് പൂർണ്ണം. ആ പൂർണ്ണത്തിൽ നിന്ന് നമ്മൾ കാണത്തക്ക രീതിയിൽ സയൻസ് കൊണ്ടോ ഈ മറ്റേ സയൻസ് സംവിധാനങ്ങൾ കൊണ്ടോ കാണത്തക്ക സൗരയൂഥങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും നമ്മൾ കാണുന്ന പ്രപഞ്ചം, യൂണിവേഴ്സ്. ആ നമുക്ക് നമ്മുടെ ഗോചരങ്ങൾക്ക്, ദൃഷ്ടിഗോചരങ്ങൾക്ക് അപ്പുറമുള്ള ഒരു പരംബ്രഹ്മത്തിൽ നിന്നും ഈ കാണത്തക്ക ബ്രഹ്മം ഉണ്ടായാലും അത് പൂർണ്ണമായി തന്നെ അവിടെ വിശേഷിക്കുന്നു. അതും പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. ഇതെന്തെങ്കിലും പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമുദ്രജലം വന്ന് പ്രളയം അല്ല, ആലിലയിൽ കൃഷ്ണൻ കിടന്ന് രക്ഷപ്പെട്ടു എന്ന ഇതൊക്കെ പുരാണ കഥകളാണ്. പ്രലയമാണ്, ഡിസോൾവിങ്. എങ്ങനെയാണ് ഒരു സ്പൂൺ പഞ്ചസാര വെള്ളത്തിൽ ലയിച്ച് ചേരുന്നത്? ആ പഞ്ചസാരയെ നമ്മൾ കാണുന്നില്ല. എന്നതുപോലെ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ ഭാരതീയ കാലഗണന അനുസരിച്ച് അവസാനമില്ലാത്ത അനാദിയായ കാലഘടനയാണ്. ഇപ്പോൾ 2025 ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ഈ പ്രപഞ്ചം ഉണ്ടായത് 2025 കാലം ഉണ്ടായത് 2025 BC 3102 മുതൽ കലികാലം എന്നാണ് പറയുന്നത്. അതെ, ഇന്നത്തെയൊക്കെ പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കലികാലത്തെപ്പറ്റി വിവരിച്ചിരിക്കുന്നത് സത്യം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. എത്രയോ പീഡനങ്ങളും വരപീഡനങ്ങളും കൊലപാതകങ്ങളും ഇതൊക്കെ തന്നെ മനുഷ്യന് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു? കാട്ടിൽ കിടക്കുന്ന ഒരു സിംഹം പോലും ചിലപ്പം ആവശ്യത്തിന് ഒരു ജന്തുവിനെ കൊല്ലും, നിരത്തി എല്ലാത്തിനെയും കൊല്ലത്തില്ല. പക്ഷേ 5-6 കൊലപാതകങ്ങൾ ഒരു ദിവസം തന്നെ തുടർച്ചയായിട്ട് ചെയ്തു പോകുന്ന ഒരു യുവത്വം, എങ്ങനെയാണ് അതൊക്കെ പറ്റുന്നത്? മനുഷ്യൻ ഇത്രമാത്രം ക്രൂരതകളിലേക്ക് എങ്ങനെ പോകുന്നു? ഇതിനൊക്കെ പരിഹാരമാണ് ഒരുപക്ഷെ ഗുരു പ്ലാൻ ചെയ്ത ആധ്യാത്മ ചിന്താലയ ആശ്രമം. അവിടെ മനുഷ്യത്വം എന്താണ്, ജന്തുത്വം എന്താണ്, ഗുരുത്വം എന്താണ്, മാതാവും പിതാവും ഗുരുവും ദൈവവും ഒക്കെ എന്താണെന്ന് തിരിച്ചറിയൽ ബോധത്തിന് വേണ്ടിയിട്ടാണ് ഈ ആത്മീയ പഠന കേന്ദ്രം വയ്ക്കുന്നത്. ഒരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, നിൻ്റെ മുമ്പിൽ ഈശ്വരനും ഗുരുവും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നു. അറിയാവുന്ന കാര്യം തന്നെ ഞാൻ വീണ്ടും പറയുന്നത് മാത്രമേ എങ്കിലും ദിസ് ഇസ് കൺസെപ്റ്റ്. നമ്മൾ ചെറിയ കുട്ടി ഒരു കാലത്ത് എനിക്ക് പോലും അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് പോലും പഠിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പ്രായമാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരെ കുറിച്ച് മറ്റു മതങ്ങളിലൊക്കെ തന്നെ
ഹിന്ദുക്കളിലല്ലാതെ മറ്റ് മതങ്ങളിൽ അവരുടെ ചെറുപ്പത്തിലെ ആധ്യാത്മിക കാര്യങ്ങൾ ശരിയായാലും തെറ്റായാലും അവർ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ഐക്യബോധം അവരിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിന്നും ശിഥിലമായ ചിന്തകളിലൂടെയാണ് നമ്മൾ കടക്കുന്നത്. എത്രയോ വിവിധ രീതികളിലുള്ള ഈശ്വരന്മാരും ദേവതകാരും ഒക്കെ നമ്മൾ ആരാധിക്കുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവ ആഘോഷത്തിൻ്റെ സമയമാണിപ്പോൾ. ഓരോന്ന് പല രീതിയിൽ നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾക്ക് ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഇവിടെയാണ് മഹർഷി ദയാനന്ദ സരസ്വതി ഹിന്ദുത്വത്തിൽ നിലവിലിരുന്ന നിരവധി അന്ധവിശ്വാസങ്ങളാണ് എന്ന് ഇന്ത്യ മുഴുക്ക സഞ്ചരിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയതാണ് മഹർഷി ദയാനന്ദ സരസ്വതി. അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ തന്നെയാണ് ആചാര്യ ശ്രീ എം ആർ രാജേഷും ഫോളോ ചെയ്യുന്നത്. വേദങ്ങൾ ഒരു വംശത്തിന് മാത്രം പഠിക്കാനുള്ളതല്ല. ജാതിഭേദം, അത് പ്രായ വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും പഠിക്കേണ്ടതാണ് വേദങ്ങൾ എന്ന് നിരന്തരം ഇന്നും പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആചാര്യശ്രീ എം ആർ രാജേഷ് കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ KVR അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞു, കേരളത്തിലുടനീളം 108 സ്ഥലങ്ങളിൽ സൗജന്യമായ വേദ പഠന കേന്ദ്രങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഫീസൊന്നുമില്ല, 4 മാസത്തെ കോഴ്സാണ്. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ അപ്പുസ്വാമിയുടെ ചിന്താലയ ആശ്രമത്തിലും ഇതുപോലുള്ളൊരു വേദ പഠന കേന്ദ്രം, ആധ്യാത്മിക പഠന കേന്ദ്രം, ഒരുപക്ഷെ വേദമെന്ന് കേൾക്കുമ്പോഴേക്ക് ആൾക്കാർക്ക് എന്തോ ഭയങ്കരമെന്ന് തോന്നും. അതുകൊണ്ട് ആധ്യാത്മിക പഠന കേന്ദ്രമെന്നോ ഉപനിഷത്ത് പാഠശാലകളെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇത് ഉണ്ടാക്കിയാൽ ഈ കമ്മിറ്റിയിൽ അത് പ്രസൻറ്റ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം വെദർ ഐ ആം എന്താണ് അതിനുള്ള ഇതൊരു നിർദ്ദേശം വയ്ക്കാനുള്ള യോഗ്യത പോലും എനിക്കുണ്ടോ എന്നറിയത്തില്ല. എങ്കിലും ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ട്രസ്റ്റാണ് അത് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ട്രസ്റ്റിൽ അത് സബ്മിറ്റ് ചെയ്യാവുന്ന കാര്യമാണ്, നല്ല കാര്യമാണ്, അത് നമുക്ക് നോക്കാം. അതെ. അപ്പോൾ അതിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ അതിൽ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രമാണ് ഞാൻ നേരത്തെ ചൊല്ലിയത്. എന്താണ് ശാന്തി മന്ത്രം? സാർ ഇടയ്ക്ക് സംസാരിക്കേണ്ടെങ്കിൽ സംസാരിച്ചോളൂ. പറയണം, കാരണം ഞാനിങ്ങനെ തുടങ്ങില്ല. അപ്പോൾ ശാന്തി മന്ത്രം എന്ന് പറയുന്നത് ശരി അറിയാം, എങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കില്ല. ശാന്തി മന്ത്രം ഒരു ആത്മീയ പഠനം ഗുരുവും ശിഷ്യന്മാരും ഒക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ അന്തരീക്ഷവും ഗുരുവിൻ്റെ മനസ്സും ശിഷ്യന്മാരുടെ മനസ്സും ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ എത്തേണ്ട കാര്യമുണ്ട്. ഉദാഹരണം, ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ചെടുക്കുന്നു. സാറിൻ്റെ മുമ്പേ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നു, വീഡിയോ എടുക്കുന്ന ആളുണ്ട്, സംസാരിക്കുന്ന ഞാനുണ്ട്. നമ്മൾ ഏകദേശം ഒരു ചിന്തയിൽ എത്തിയെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം പോകുന്നുള്ളൂ. അതിനാണ് ഈ ശാന്തി മന്ത്രം. അപ്പോൾ മോൻ തന്നെ കഴിഞ്ഞു ചോദിച്ചു, പപ്പ എന്തിനാണ് ഈ 3 പ്രാവശ്യം ശാന്തി പറയുന്നത്? എന്തിനാണ് ശാന്തി ഓം ശാന്തി? അപ്പോൾ ഈ പൂർണ്ണമത ആശ്രമത്തിൽ ചൊല്ലുന്ന പൂർണ്ണമതയിൽ ഈ ശാന്തി എന്ന് പറയുന്നതിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. ഓം പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ അവസ്ഥയിൽ ശാന്തി എന്ന് പറയുന്ന ഫീലിങ്ങിൽ വേണം ഈ മന്ത്രം അവസാനിക്കാൻ. എങ്കിൽ മാത്രമേ ഈ ഒരു ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഏകദേശം ഞാൻ പറഞ്ഞു. നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള പരമമായ ബ്രഹ്മം, അതിൽ നിന്ന് കാണത്തക്ക രീതിയിലുള്ള ബ്രഹ്മം ഉണ്ടായി. പക്ഷേ പരംബ്രഹ്മവും പൂർണ്ണമാണ്, ഈ പറഞ്ഞ ബ്രഹ്മവുമാണ്. അത് വീണ്ടും ലയിച്ച് ചേരുമ്പോഴും പൂർണ്ണമാണ്. നേരത്തെ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞു, അതുപോലെ ലയിച്ച് വരുമ്പോഴേക്ക് പ്രളയമെന്ന് പറയരുത്, പ്രലയത്തിൽ ആയി വീണ്ടും സൃഷ്ടി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഈ ശാന്തം പറയുന്നത്. അപ്പോൾ അതിൽ ഓരോ വേദമന്ത്രത്തിലും ആധ്യാത്മികം, ഭൗതികം, ആത്മീയം എന്ന 3 തലങ്ങളിലുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഒരാൾ സാധാരണ ഈ പറഞ്ഞ നിരീശ്വരവാദികളെന്ന് പറയുന്ന യുക്തിവാദികൾ അവർ പറയും അവർക്ക് യുക്തിയുള്ളതെന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ യുക്തിയുള്ളവർക്ക് ആത്മീയത പഠിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് വെറുതെ നിരസിച്ചാൽ മാത്രം മതി. സാധാരണ ഒരു കഥ കേട്ടിട്ടുണ്ട്, നിനക്കൊരു ബുദ്ധിജീവി ആവണമെങ്കിൽ പറ എന്താണ് കാര്യം, ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ നീയാണ് ഭയങ്കര ബുദ്ധിമാനെന്ന് ആൾക്കാർ വിചാരിച്ചോളും. അങ്ങനെയല്ല, നേരെ മറിച്ച് ഒരു കാര്യം അവതരിപ്പിക്കണമെങ്കിൽ ഹി ഷുഡ് ലേൺ തിങ്സ്. ഇപ്പോൾ സാറിന് വേണമെങ്കിൽ ഞാനിപ്പോൾ പറയും, സാറി പറയുന്നതിലൊന്നും ഒരു കഥയില്ല, വെറുതെ ഇങ്ങനെ ബുദ്ധിജീവികളാകുന്ന ആൾക്കാരെയാണ് നമ്മളിന്ന് സമൂഹത്തിൽ കാണുക. പക്ഷേ വാട്ട് ഈസ് ഈ പൂർണ്ണമിത എന്ന് പറഞ്ഞ ആ മന്ത്രത്തിൽ തന്നെ എന്താണ് അതിലുള്ള ആധ്യാത്മിക അർത്ഥം? ആധ്യാത്മികം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലെ ആത്മീയം, എൻ്റെ ആത്മാവിലെ മനുഷ്യന് ജീവനുണ്ട്, ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. ഈ ത്രൈത സങ്കല്പങ്ങളിലാണ് ഈ വൈദിക ആചാരങ്ങൾ.
എനിക്ക് ജീവനുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പം ഇവിടെ ഈ റെക്കോർഡ് ചെയ്യുന്നത് പോലും ആസ്വദിക്കുന്നത് എൻ്റെ ആത്മാവായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഞാൻ അല്പം ഭക്ഷണം കഴിക്കുന്നത് ടേസ്റ്റ് ആസ്വദിക്കുന്നത് ആത്മാവായിരിക്കും. അപ്പോൾ ഈ ആത്മാവിൻ്റെ ആക്ഷൻ എന്താണ്? ഹീസ് ഒരു രഥത്തിൽ, ഞാൻ എൻ്റെ ശരീരമാകുന്ന രഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയാണ് ആത്മാവ് എന്നാണ് പറയുന്നത്. രാമായണത്തിൽ പോലും മാ നിഷാദ എന്ന് പറയുന്ന ആ 2 പക്ഷികൾ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നു. വേദങ്ങളിൽ നിന്നാണ് അതിൻ്റെ തത്വം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഫലവൃക്ഷം, ആ പഴങ്ങൾ കൊത്തി തിന്നുന്ന ഒരു പക്ഷി, അത് ജീവാത്മാവാണ്. പരമാത്മാവ് ഒന്നും കഴിക്കുന്നില്ല, ഇല്ലേ ഉള്ളൂ. ആ തത്വത്തിൽ നിന്നാണ് മാനിഷാദ എന്ന് പറഞ്ഞ തത്വം വന്നതെന്ന് പറയുന്നുണ്ട് വേദങ്ങളിൽ നിന്ന്. അപ്പോൾ ശരീരമാകുന്ന രഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവാത്മാവിന് മാത്രമേ ബ്രഹ്മത്തെ മനസ്സിലാക്കാനും അതിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുരുവിൻ്റെ ആത്മാവ്, ജീവാത്മാവ് ആ പരബ്രഹ്മമാകുന്ന സങ്കല്പത്തിലേക്ക് ലയിച്ചു ചേരുന്നില്ല, പക്ഷേ അത് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ തന്നെ വ്യത്യസ്തമായി പ്രഭാഷകന്മാർ പറയുന്ന കാര്യമാണ്, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും ബ്രഹ്മമാകത്തില്ല, നീ ബ്രഹ്മത്തിൻ്റെ ഭാഗമാകുന്നേ ഉള്ളൂ. അപ്പോൾ ഉപനിഷത്തുകളിലൊക്കെ ഇതിന് വളരെ വ്യക്തമായ കഥകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഈശാവാസ്യ ഉപനിഷത്തിൽ തന്നെ ആദ്യ തുടക്കത്തിൽ ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുംജീധ മാഗൃത കസ്യ സിദ്ധനം. അതിൻ്റെ അർത്ഥം പറയുന്നത് നാരായണ ഗുരു തന്നെ അതിൽ മലയാള അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഈശ്വരൻ ജഗത്തിലെല്ലാം ആവാസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. നീ സ്വന്തമായിട്ട് എല്ലാം എൻജോയ് ചെയ്തോളൂ. ഈശ്വരൻ നിനക്കും ഈ സർവ്വചരാചരങ്ങളിലും കല്ലിലും എല്ലൊക്കെ തന്നെ പവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആറ്റം ബോംബ്, ആറ്റത്തിന് ജീവനുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ അതിൻ്റെ വിസ്ഫോടനത്തിൽ എത്രമാത്രം ശക്തിവിശേഷമാണ് അതിൽ വരുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലെ ശക്തിവിശേഷത്തെയാണ് ദേവതാ സങ്കല്പങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ സ്ത്രീ ശക്തിയെ പോലും ഈശ്വരൻ അതിൻ്റെ പാരമാർത്ഥിക അർത്ഥത്തിൽ ഇനർട്ടാണെന്നാണ് പറയുന്നത്. ശക്തി പ്രകടിപ്പിക്കുന്നില്ല. എനിക്ക് സംസാരിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലൂക്കോസ് മെറ്റബോളിസം നടന്ന് എനർജി ആൻഡ് വാട്ടറായിട്ട് അത് എൻ്റെ കോശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എൻ്റെ ഈ ലാരിങ്സിൽ ഫാരിങ്സിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ സംസാരിക്കാൻ പറ്റുമോ? എൻ്റെ മെമ്മറി വേണം, ബ്രെയിനിൽ വേണം, അത് ഓർമ്മ വരണം, സംസാരിക്കാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ശക്തിവിശേഷങ്ങൾ, പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ശക്തിവിശേഷങ്ങളെയാണ് ദേവതാ സങ്കല്പങ്ങളും. ആ ദേവതാ സങ്കല്പങ്ങളെ സ്ത്രീ ശക്തിയായിട്ടാണ് ആരാധിക്കുന്നത് വേദങ്ങളിൽ. അതാണ് ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും മഹത്തായ അർത്ഥം. ഇനർട്ടായ നിഷ്ക്രിയനായ പരമമായ ഈശ്വരൻ്റെ ശക്തിവിശേഷത്തെ സ്ത്രീ ശക്തിയായി സങ്കല്പിച്ചതുകൊണ്ടാണ് ഇന്ന് പരമശിവനും പാർവതി സങ്കല്പവും വന്നത്. പകുതി പുരുഷൻ പകുതി സ്ത്രീ, പരമമായ ഈശ്വരൻ്റെ ശിവൻ്റെ ശിവപാർവതീയ സങ്കല്പം പോലും അതിനും ഒരു സയൻസ് ഉണ്ട്. നമ്മുടെ ഓരോ കോശങ്ങളിലും 46 ക്രോമസോംസിൽ 23 അച്ഛൻ്റെ നിന്നും 23 അമ്മയുടെ നിന്നാണ്. ആ ക്രോമസോം ജോഡികൾ ഇടതുകാലിൻ്റെയും വലതുകാലിൻ്റെയും ചെരുപ്പ് കുട്ടികൾ എടുത്തിട്ടുകൊണ്ട് നടക്കുന്നത് പോലെ ഈ അച്ഛൻ്റെ നിന്നും അമ്മയുടെ നിന്നും കിട്ടിയ ക്രോമസോം ജോഡികൾ നമ്മുടെ ഓരോ കോശങ്ങളിലുമുണ്ട്. അതിനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ശിവ പാർവതി. അപ്പോൾ ഈ പറഞ്ഞ ഇന്ന് ശിവരാത്രി ആഘോഷിക്കുന്നു, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിവരാത്രിയിൽ ഉറക്കം ഇളക്കുന്നവർ എത്ര പേര് ഹിന്ദുക്കളുണ്ടാവും എന്ന് നമ്മളൊന്ന് ചേർന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10% ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ശിവപാർവതി സങ്കല്പം കാണില്ല. ശിവൻ എന്താണ്, പാർവതി എന്താണ്, ഈ ശക്തിവിശേഷം എന്താണ്, ഈ സപ്തമാതാക്കൾ എന്താണ് ഒക്കെ പറയുന്നുണ്ട് ഇതിൽ അർത്ഥങ്ങൾ. അതിൽ ഞങ്ങളൊക്കെ സന്ധ്യാവന്ദനം, അഗ്നിഹോത്രം, അതിൻ്റെ ബലിവിശ്വദേവേച്ചം, നക്ഷത്രേഷ്ടി ഒക്കെ ദീക്ഷ എടുക്കാൻ പറ്റി നമുക്ക്. അപ്പോൾ അതിലൊക്കെ അഗ്നിഹോത്രം ചെയ്യുമ്പോൾ ജ്വലിച്ചു വരുന്ന അഗ്നിയുടെ സപ്തജ്വാലകളെയാണ് സപ്തമാതാക്കളെന്ന് പറയും. ഭദ്രകാളി, ദുർഗ, ആ ജ്വാലകളാണ്. അപ്പോൾ എന്താണ് അത്? ദാറ്റ് ഈസ് ദ സിംബൽ ഓഫ് ശക്തി, പവർ. ഇലക്ട്രിസിറ്റിയെ നമ്മൾ കാണാൻ പറ്റില്ല, പക്ഷേ പ്രകാശമായിട്ടും ഫാനിൻ്റെ ശക്തമായിട്ടും ഫ്രിഡ്ജിൻ്റെ ഊർജ്ജമായിട്ടും ഒക്കെ മനസ്സിലാക്കി എന്ന് പറയുന്ന പോലെ അഗ്നിയുടെ ദരിച്ചുള്ളിയ എന്താണ് ഒരു നാടകീയ ആവിഷ്കാരമാണ് ഗണപതി ഹോമവും അഗ്നിഹോത്രം. അഗ്നിഹോത്രത്തിൽ നിന്നാണ് ഗണപതി ഹോമം വന്നത്. അപ്പോൾ അതിൽ നിന്ന് ജ്വലിച്ചു വരുന്ന അഗ്നിയുടെ ജ്വാലകളെയാണ് ജ്വാലാമുഖി ഭദ്രകാളി. അതുപോലെ ഭദ്രകാളിയുടെ കഴുത്തിലുള്ള 52 തലയോട്ടികൾ, സംസ്കൃതത്തിലുള്ള
52 അക്ഷരങ്ങളുടെ അക്ഷരമാലകളാണ് ഈ തലയോട്ടിയാടി വരുന്നതെന്നും കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തന്നെ അവനവനിലുള്ള കോംപ്ലക്സുകളെ പേടി ഭയമൊക്കെ നശിപ്പിക്കാനുള്ളതാണെന്നും എന്തിന് ഗണപതിയുടെ സങ്കല്പത്തിൽ നമ്മൾ എറിഞ്ഞുടയ്ക്കുന്ന തേങ്ങ പോലും ശബരിമലയിൽ എറിഞ്ഞുടയ്ക്കുന്ന നെയ്ത്തേങ്ങ പോലും അവനിലുള്ള തടസ്സങ്ങളെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കി ആയിരിക്കത്തില്ല നമ്മളിത് ചെയ്യുന്നത്. അവിടെയാണ് ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പേ പോയി ഒരു തേങ്ങ പൊട്ടിക്കും, 101 തേങ്ങ പൊട്ടിക്കുന്നവരുണ്ടാവും, മഴ പെയ്യാതിരിക്കാൻ തേങ്ങ അടിക്കുന്നവരുണ്ടാവും, അവിടെ ചെന്ന് 2-3 പ്രാവശ്യം ഏത്തമിടുന്നവരുണ്ടാവും. എന്തിനാണ് ഈ ഏത്തമിടുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഏത്തമിട ശരിക്കും പറഞ്ഞാൽ ഷഡാധാരങ്ങളുണ്ട്, മനുഷ്യൻ്റെ ഷഡാധാരങ്ങൾ കഴിഞ്ഞിട്ട് 7ാമത്തെ സഹസ്രാരപത്രം. അപ്പോൾ എപ്പോഴെങ്കിലും അവൻ്റെ ഷഡാധാരങ്ങളെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗണപതിന് മുമ്പ് ഏത്ത ഇടുന്നതെന്ന് പറയുന്നത്. ഇതിനാണ് യോഗീശ്വരന്മാർ പറയുന്നുണ്ട്. മൂലാധാരം, മണിപൂരകം എന്ന് പറയുന്ന സ്വാധിഷ്ഠാനം, ഇതൊക്കെ പറഞ്ഞിട്ട് സഹസ്രാരപത്രം എന്ന് പറയുന്ന പോലെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്ന സിംബൽസ് നമ്മുടെ നട്ടലിനകത്തൂടെയുള്ള സുഷുമ്ന കാണ്ഡത്തിലൂടെയാണ് ഇതെല്ലാം ചെല്ലുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട 6 സെൻറ്റേഴ്സിനെയാണ് നമ്മൾ ഉത്തേജിപ്പിക്കണം എന്ന് പറയുന്നത്. എങ്കിലും അത് അവൻ്റെ വ്യക്തിത്വം വികസിക്കുകയുള്ളൂ. ആ വ്യക്തിത്വം വികസിച്ച് ഞാൻ എന്തിനാണ് ജനിച്ചത്, ഞാൻ എങ്ങനെയാണ് ജനിച്ചത്, ഞാൻ എന്തിൻ്റെ ഭാഗമാണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് നേച്ചർ, നമ്മുടെ പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ് നീ എന്ന് സമർത്ഥിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വേദങ്ങൾ ചെയ്യുന്നത്. ഈ വേദങ്ങൾ പഠിക്കാനാണ് നമ്മൾ ഉപനയനം നടത്തുന്നു, ചെയ്യുന്നു, ഈ ശാന്തി മന്ത്രം ചൊല്ലുന്നു, മതപൂർണ്ണഭേദം. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആശ്രമത്തിലും ഇതൊക്കെ കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ അർത്ഥമറിഞ്ഞ് പൂർണ്ണപദം പഠിപ്പിക്കണമെന്നും ഒക്കെ തന്നെ ഉള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പഠിപ്പിക്കത്തക്ക എക്സ്പെർട്ട് ഈ പറയുന്ന കശ്യപ ആശ്രമത്തിൻ്റെ ആചാര്യൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള വൈദികകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ വേദ പഠന കേന്ദ്രത്തിൻ്റെ തിരുവനന്തപുരം വൈദിക കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. എങ്കിൽ തന്നെയാലും നമുക്കിത് പ്രചരിപ്പിക്കണമെന്ന് വളരെ തീവ്രമായ ആഗ്രഹമുണ്ട്, വൈദിക ശാസ്ത്രങ്ങൾ. അപ്പോൾ ഇതിൽ ഈശാവാസ്യമിതം സർവ്വം നേരത്തെ പറഞ്ഞു, എവിടെയും ഈശ്വരനുണ്ട്, ഈശ്വരനെ തേടി നിങ്ങൾ എങ്ങും അലയേണ്ട. സിനിമാ പാട്ടുകൾ വരെ നമ്മൾ ഈശ്വരനകത്ത് ഒരു നിന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കോടിക്കണക്കിനുള്ള ഹിന്ദുത്വത്തിൻ്റെ ഈ മനസ്സുകളിലേക്ക് ഇത് എത്തിക്കുക? കുംഭമേള നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് കുംഭമേള എന്ന് പോലും അറിയാതെ പോയി കുളിച്ച് വരുന്നു, അങ്ങനെയുള്ള കാര്യം. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രചരിപ്പിക്കണമെന്ന് വളരെ ഒരു ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഗുരു തന്നെ ആയിരിക്കും, അതിൻ്റെ ഇൻഡിക്കേഷൻ തന്നെയായിരിക്കും യോഗിയുടെ ആത്മകഥ വായിക്കാൻ എനിക്ക് തന്നതും ഈ പറഞ്ഞ രശ്മികളും ഈ പറഞ്ഞ അദ്ദേഹം പാർന്നു നിന്ന പകുതി 100 കന്യകളും. അങ്ങനെ ഇപ്പം ഞാൻ വിശ്വസിക്കുകയാണ്. അത് കൂടെ ആയിരിക്കും എനിക്കിത് പഠിക്കാൻ പറ്റിയത്. എനിക്കിത് പഠിക്കാൻ പറ്റിയതുകൊണ്ടാണ് എനിക്ക് ഇത് സംസാരിക്കാൻ പറ്റിയത്. ഇവിടെ വന്നതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയത്. എങ്ങനെയാണ് ആ നിയോഗം, ഹൗ ഐ ഗോട്ട് ഇറ്റ് എന്നുള്ളതാണ് ഇരുന്നത്. അപ്പോൾ അത് ഈശാവാസ്യമിതം സർവത്തിൽ യത്കിഞ്ച ജഗത്യാണ്, ഈശ്വരൻ എല്ലാ സ്ഥലത്തും നീ നിൽക്കുന്ന സ്ഥലത്തും വ്യാപിക്കുന്നുണ്ട്. ഇത് പറയാനായിട്ട് ഒരു കഥയും ഉപനിഷത്തിൽ പറയാം, ഈശാവാസ്യ ഉപനിഷത്ത്. മഹാത്മാഗാന്ധി പറഞ്ഞു, ഭാരതത്തിലുള്ള എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ നശിച്ചു പോയാലും ഈശാവാസ്യ ഉപനിഷത്ത്, ഈശോപനിഷത്ത് എന്നുള്ളത് നിലനിൽക്കുമെങ്കിൽ അത് മതി ഫർദർ പഠിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കള്ളുകൂടിയൻ ഒരു കുപ്പി മേടിച്ചിട്ട് ഒരു അമ്പലത്തിൽ അവിടെ അതൊരു മൂലയിരുന്ന് മദ്യപിക്കാൻ വേണ്ടിയിട്ട് ചെന്ന കഥ പറയണം. അത് കഥയാണ്, അങ്ങനെ സംഭവിക്കണമെന്നില്ല. അപ്പോൾ അവിടുത്തെ പൂജാരി ഇറങ്ങി ഇവിടെ മനുഷ്യ ഇവിടെ ഇരുന്ന് മദ്യപിക്കാൻ പാടില്ല, ഇത് ഈ ദേവാലയമാണ്, ക്ഷേത്രം, ഇവിടെയൊന്നും മദ്യപിക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം ഒരു രസികനുമായിരുന്നു, വിദ്യാഭ്യാസമുള്ളവനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പോയിട്ട് ഈ ഒരു കാര്യം ചെയ്യുമോ, ഈശ്വരനില്ലാത്ത ഒരു സ്ഥലം പറഞ്ഞു തരുമോ, ഞാൻ അവിടെ പോയിരുന്ന് കുടിക്കാം, എനിക്ക് കുടിച്ചാലേ പറ്റുള്ളൂ, എനിക്ക് കുടിക്കണം, ഈശ്വരനില്ലാത്ത ഒരു സ്ഥലം പറഞ്ഞു തരും. ഞാൻ അവിടെ ഇതുവരെ ആർക്കും ഈശ്വരനില്ലാത്ത ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കും, എന്തിനാണ് പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്? ക്ഷേത്രത്തിൽ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മൾ പഠിക്കാൻ സ്കൂളിൽ പോകുന്നത്? അവന് വേണ്ടി വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ പോരെ. പക്ഷെ ദെയർ മസ്റ്റ് ബി ആൻ ഓർഗനൈസേഷൻ, ഗുരുത്വം, ആശ്രമം വേണം. ഗുരുവിൻ്റെ കീഴിൽ മാത്രമേ ഈ ശാസ്ത്രങ്ങൾ അഭ്യസിക്കാൻ പറ്റൂ. അതുപോലെ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാൻ പറ്റാത്തവനും ഒരു ഈശ്വരനെ അവനെ ആരാധിക്കണം. അപ്പോൾ ഒരു കാലത്ത് ക്ഷേത്രപ്രവേശനം ഇല്ലാതിരുന്ന കാലഘട്ടത്ത് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തൊക്കെ കല്ല് വെച്ചും കാര്യങ്ങളൊക്കെ കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇന്നത്തെ തലമുറ പണ്ട് നടന്ന ഒരു ദുരാചാരങ്ങൾക്കും ഉത്തരവാദികളല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേദം പഠിക്കാം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു കാലത്ത് പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇനി ഞാൻ പഠിക്കുന്നില്ല എന്നല്ല പറയുന്നത്.
ഒരു കാലത്ത് പഠിച്ചില്ലെങ്കിൽ ഇനി ഞാൻ പഠിക്കും, അതെ, നമ്മുടെ സന്ധ്യകൾ എന്ന് പറയുന്ന ഒരു വെല്ലുവിളി പോലെ മനുഷ്യത്തിൽ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഗുരു എങ്ങനെ ഈ ആത്മീയ ലൈനിൽ പോയി? ഒരു അമാനുഷിക സാധാരണ മനുഷ്യർക്കില്ലാത്ത ഒരു ശക്തി വിശേഷം അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ ഈ യോഗീശ്വരന്മാരെ പറ്റി പറയുന്ന അവർക്ക് ഏത് സമയവും ശരീരമില്ലാതെ തന്നെ എവിടെയും പോകാൻ പറ്റും. അപ്പോൾ സ്വാമി ആശ്രമത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഹിമാലയത്തിലും കാണും. ഈ ഒരു കൺസെപ്റ്റാണ് യോഗീശ്വര സംവിധാനം. അപ്പോൾ അവർക്ക് എപ്പോഴും വേണമെങ്കിൽ ആശ്രമത്തിൽ തീർച്ചയായിട്ടും അപ്പസ്വാമി അവിടെ ഉണ്ടാവും, ശരീരത്തിലായിരിക്കത്തില്ല. ബട്ട് ഈ പറയുന്ന ജീവാത്മാവ് സങ്കല്പത്തിൽ അദ്ദേഹം ഇതൊക്കെ അറിയുന്നുണ്ടാവും. അതെ, തീർച്ചയായിട്ടും എന്നാണ് വിശ്വസിക്കാനുള്ളത്. അപ്പോൾ ഇത് സാധാരണക്കാരൻ വഴി അങ്ങനെ ചുമ്മാ നിങ്ങൾക്ക് ഭ്രാന്ത് പറയുന്നത്. ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഡോക്ടറെ, കൂട്ടുകാരൻ ചോദിച്ചു, ഡോക്ടർ വെറ്ററിനറി ഡോക്ടറായി ഇത്ര വർഷത്തെ സർവീസ്, പിന്നെ എന്താണ് ഈ ആത്മീയ ലൈനിലൊക്കെ പോകുന്നത്? ഇതൊക്കെ ചുമ്മാ അന്ധമായ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കാത്ത നിരവധി കാര്യങ്ങളുണ്ട്. കോശത്തിന് ജീവനുണ്ട്, അമീബയ്ക്ക് ജീവനുണ്ട്, വൈറസിന് ജീവനുണ്ട്, ബാക്ടീരിയയ്ക്ക് ജീവനുണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ ജീവൻ? എവിടെ നിന്നാണ് ജീവൻ ഉണ്ടായി? എങ്ങനെ കിട്ടി? അപ്പോൾ പറയും വെള്ളത്തിൽ നിന്നാണ് ആദ്യം കോസ്മിക് റേസിംഗ് ഒന്ന് ജീവനുണ്ടായി. എങ്കിലും അതിന് ജീവൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായി? ഒരു റോസാപ്പൂവിൽ പരിമളം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയുന്ന പോലെ നിരവധി റിസംബ്ലൻസാണ്. ഇപ്പം ഞാനും മനുഷ്യകുലങ്ങളെല്ലാം ഒന്നുപോലെ തന്നെയാണ്. സംസാരിക്കാനുള്ള ശക്തി, കാര്യങ്ങൾ, കൈയും കാലും, ആരോഗ്യം, എങ്ങനെയാണ് ഇത് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്? അപ്പോൾ അവൻ പറയും അത് ജനറ്റിക്സാണ്, ജീനിൽ ഇത് എങ്ങനെ ലേഖനം ചെയ്ത് വെച്ചു. അത് പഠിക്കാനാണ് ഞാൻ ആത്മീയ ലൈനിൽ പോയത്. അപ്പോൾ അതിന് ആരും ഉത്തരം പറഞ്ഞില്ല. വെറ്ററിയൻസിൻ്റെ ഗ്രൂപ്പിലൊക്കെ തന്നെ ഇതുപോലെ പറയാറുണ്ട്. ചില പോസ്റ്റുകളൊക്കെ ഇടും. അപ്പോൾ അവർ ചിലർ ചോദിക്കും, ആത്മാവുണ്ടോ? ആലും മാവുമല്ലേ ആത്മാവ്? ഞാൻ പറഞ്ഞ്, നിനക്ക് ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ ചോദിക്കാൻ അല്ലെങ്കിൽ നീ ചോദിക്കത്തില്ല. വെറും ജന്തുക്കളെ പോലെ ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, മറ്റു പല പരിപാടികളും ചെയ്യുന്നു. അത് അനിമൽസാണ്. അതെ, ദാറ്റ്സ് നോട്ട് ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വയം മനനം ചെയ്യണം. സ്വയം മനനം ചെയ്യാനുള്ളവരെയാണ് മനുഷ്യരെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മനനം ചെയ്യാൻ കഴിവുണ്ടാക്കുകയാണ് ആത്മീയ പഠനങ്ങൾ ഉണ്ടാകുന്നത്. മനനം ചെയ്യാനുള്ള മനുഷ്യൻ ഉണ്ടാകുമ്പോൾ ഈ ക്രൂവൽറ്റീസൊക്കെ ഇല്ലാതാവും. മറ്റൊന്ന്, എങ്ങനെയാണ് നമ്മൾ ഈ പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതറിയാനാണ് ഈ ഉപനയനവും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ആത്മീയ പാഠങ്ങൾ പഠിക്കാൻ ഈ പറയുന്ന കള്ളിക്കാട് ആശ്രമമുണ്ട്, കൊല്ലപ്പെട്ടുണ്ട്, നെയ്യാറ്റിൻകരയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ബേസ് ചെയ്തിട്ട് എതിർപ്പുകൾ വരാമായിരിക്കാം. പക്ഷേ ഒരു എതിർപ്പും ഇല്ലാതെ അല്ലേ നമ്മുടെ ഗുരുദേവൻ ഈ ആധ്യാത്മിക ലൈനിൽ എങ്ങനെ എത്തി? അപ്പോൾ അന്ന് ഏതോ ഒരു നിമിത്തത്തിൽ, നിയോഗത്തിൽ അദ്ദേഹം ഇങ്ങനെ വന്നെങ്കിൽ ഇന്ന് സ്ഥല സൗകര്യങ്ങൾ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ആൾക്കാർക്ക് പഠിക്കാൻ. അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തി ഒരു ആത്മീയ പഠന കേന്ദ്രം എന്ന് പറയുന്നില്ല, ആത്മീയ പഠനത്തിനുള്ള, പഠിപ്പിക്കലിനുള്ള അതിനുള്ള ആചാര്യന്മാരുണ്ട്. അവരെ കൊണ്ട് പഠിക്കത്തക്ക ഒരു കേന്ദ്രം വരണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അപ്പോൾ ഈ ഈശാവാസി ഉപനിഷത്തിൽ തന്നെ ആണെന്ന് ഇപ്പോൾ പറയുന്നത്, ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു, കള്ളുടിയൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈശ്വരൻ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല എന്നിരിക്കെ നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിലുമൊക്കെ പോയി എന്ന് ചിലർ ചോദിക്കും. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഒരു പ്രസ്ഥാനം നിലനിന്ന് പോകണം. ദേവസ്വം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, എവിടെ ശബരിമല ഉണ്ട്, കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുന്നില്ലേ. പക്ഷേ അവിടെ ആരാധിക്കാൻ ഉള്ള ആരാധനാലയങ്ങൾ വേണ്ടേ? അത് നിലനിന്ന് പോകണ്ടേ? അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ജീവിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ മ്യൂച്വൽ സഹകരണ രീതിയാണ് മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. സമൂഹം എന്ന് പറഞ്ഞാൽ പല കേട്ടറിലുള്ള ആൾക്കാരുണ്ടാകും. എന്നതുപോലെ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇതെല്ലാ സംവിധാനങ്ങളും ആശ്രമം ഈ സമയം ഇപ്പം തന്നെ സാറ് ഇത്രയും ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി. എന്തിനാണ് അങ്ങനെ അദ്ദേഹത്തിന് തോന്നിയത്? ഇതെല്ലാം ഓരോ നിമിത്തങ്ങൾ തന്നെയായിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഈ ചിത്രങ്ങളെല്ലാം കണ്ടപ്പോഴാണ് അശോകൻ്റെ ഒരു ഫോട്ടോഗ്രാഫിയും, പിന്നെ സാറിൻ്റെ തന്നെ എനിക്ക് നേരത്തെ ഒരു ഏതോ ബുക്കിലൂടെ ഇല്ലെങ്കിൽ ഇതിൽ കൂടെ തന്നെ ഇങ്ങനെ അറിഞ്ഞൊന്നുമില്ലാതെ ഇന്ന് അത്ഭുതകരമായ അവിശ്വസനീയമായ കാര്യങ്ങളാണ് സാറിൻ്റെ ഒരു ജീവിതത്തെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എതിർത്ത് കഴിഞ്ഞാലും ദർ ഈസ് ഭാരതീയ നിഗൂഢ ശാസ്ത്രങ്ങളും നമുക്ക് പ്രാപ്യമല്ലാത്ത നിഗൂഢ സത്യങ്ങളും നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ നമ്മളെല്ലാം വളരെ വളരെ ബാക്ടീരിയയോ അതിനേക്കാളും താഴത്തെ രീതിയിലുള്ള. അപ്പോൾ എന്തായാലും ഈ ഒരു കുറച്ച് വാക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന ഗുരുവിൻ്റെ അനുഗ്രഹത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആശ്രമത്തിൽ പോകാൻ പറ്റിയതിൽ കടപ്പെട്ടിരിക്കുന്നു. അശോകനെയും ഡോക്ടർ നാരായൺജിയൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിന് വളരെ സന്തോഷമായിരിക്കുന്നു.
ആചാര്യശ്രീ എം ആർ രാജേഷിനും ചിന്താലയ യേശനും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്തേ. അപ്പോൾ ഇത്രയും സമയം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻ്റർവ്യൂ ആയിരുന്നില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സത്സംഗമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഭക്തരെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വളരെ കാരുണ്യത്തിൽ ജീവിച്ചു പോകുന്ന ഭക്തരെന്ന് പറഞ്ഞാൽ 2-3 വിഭാഗക്കാരുണ്ട്. ഭക്തരെന്ന് ഭാവിക്കുന്നവർ ആണ് കൂടുതൽ പേര്. ഇപ്പം ക്ഷേത്രത്തിൽ ഇപ്പം സാറ് വളരെ കാര്യമായിട്ട് പറഞ്ഞു, ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ ഭക്തിയാൽ പോണവരല്ല, കാര്യസാധ്യത്തിന് വേണ്ടി പോണവരാണ്, അവിടെ ആവശ്യപ്പെടാൻ പോണവരാണ്. അപ്പോൾ അത് പോട്ട്. അപ്പോൾ പരമഭക്തരായിട്ടുള്ള ഭഗവാന്റെ ഭക്തർക്ക് ഡോക്ടർ സുകേഷൻ സാറിൻ്റെ ഇത്രയും സമയത്ത് സത്സംഗം വളരെ ഗുണപ്രദമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടി ആവശ്യപ്പെടുകയാണ്, ശരിക്ക് നമ്മളുടെ ആശ്രമങ്ങളിൽ തന്നെ മറ്റ് ആരെക്കാൾ അങ്ങ് തന്നെ വന്ന് ഇടയ്ക്ക് സത്സംഗം എടുക്കണമെന്നും കൂടി ആവശ്യപ്പെടുകയാണ്. അത് ഞാൻ അതിൻ്റെ അധികാരികളെ ആവശ്യപ്പെടുകയും ചെയ്യും. കാരണം ട്രസ്റ്റിൽ വെച്ചിട്ട് അതാത് കൺവീനർമാരുമായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനം. കാരണം ഇങ്ങനെയുള്ള അറിവുകൾ നശിച്ചു പോകാതെ അറിവുകൾ സ്വീകരിക്കാനുള്ള ആൾക്കാരുണ്ട്, പക്ഷേ അത് കൊടുക്കാനുള്ള ആൾക്കാർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാ പേർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.